ഒരിടത്ത് ഒരു മനോഹരമായ വനമുണ്ടായിരുന്നു. അവിടെ പലതരം പൂക്കളും മരങ്ങളും സന്തോഷത്തോടെ വളർന്നിരുന്നു. കൂട്ടത്തിൽ സുന്ദരിപ്പൂവ് എന്നൊരു ചുവന്ന പൂവുണ്ടായിരുന്നു. അവൾക്കൊരു ചീത്ത ശീലമുണ്ടായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയും. അവളുടെ നിറം പോലെ തന്നെ ആ സംസാരവും കഠിനമായിരുന്നു. എല്ലാവരും കേട്ടോ, ആ നീലപ്പൂവ് കണ്ടോ? അവളെ കാണാൻ ഒട്ടും ഭംഗിയില്ല. പിന്നെ അവളുടെ സുഗന്ധം പോലുമില്ല. ഈ വനത്തിലെ ഏറ്റവും മനോഹരമായ പൂവ് ഞാനാണ്. സുന്ദരിപ്പൂവ് ഉറക്കെ പറഞ്ഞു. മറ്റുള്ളവർ അത് കേട്ട് മൗനം പാലിച്ചു. പഴമരമുത്തശ്ശൻ മാത്രം ശാന്തമായി അവളെ കേട്ടു. മോളെ സുന്ദരി, നീ പറയുന്ന ഓരോ വാക്കും ഒരു തൂവൽ പോലെയാണ്. ഒരിക്കൽ കാട്ടിൽ പറത്തിയാൽ അവ തിരികെ കിട്ടില്ല. പഴമരമുത്തശ്ശൻ സ്നേഹത്തോടെ അവളെ ഉപദേശിച്ചു. സുന്ദരിപ്പൂവ് അത് ഗൗരവമായി എടുത്തില്ല. പിറ്റേന്ന് അവൾ മറ്റൊരു കള്ളം പറഞ്ഞു. ഈ പഴമരമുത്തശ്ശനെ കണ്ടോ? അദ്ദേഹത്തിന്റെ വേരുകൾ ദുർബലമാണ്. ഇലകളെല്ലാം കൊഴിയുകയാണ്. ഉടനെ മുറിച്ചു മാറ്റേണ്ടിവരും. ഇത് കേട്ട എല്ലാവരും ഞെട്ടി. ഇതറിഞ്ഞ കാറ്റ് ഒരു തന്ത്രം പ്രയോഗിച്ചു. കാറ്റ് ശക്തമായി വീശി. സുന്ദരിപ്പൂവിന്റെ ഇതളുകളിലെല്ലാം മണ്ണും പൊടിയും നിറച്ചു. അവൾ പറഞ്ഞ കള്ളങ്ങൾ കാറ്റ് വനം മുഴുവൻ പരത്തി. കൂട്ടുകാരെല്ലാം അവളെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. വിഷമിച്ചിരിക്കുന്ന സുന്ദരിപ്പൂവിനെ പഴമരമുത്തശ്ശൻ സ്നേഹത്തോടെ അരികിൽ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ? നീ പറഞ്ഞ കള്ളങ്ങൾ നീലപ്പൂവിനെയോ എന്നെയോ അല്ല, നിന്നെ തന്നെയാണ് കളങ്കപ്പെടുത്തിയത്. നിന്റെ ഓരോ മോശം വാക്കും കാറ്റിൽ പറന്ന തൂവലുകൾ പോലെയാണ്. അവയെ തിരികെ എടുക്കാൻ കഴിയില്ല. സുന്ദരിപ്പൂവിന് തന്റെ തെറ്റു മനസ്സിലായി. അവൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് സംസാരിക്കാൻ തുടങ്ങി. കാറ്റ് വനത്തിൽ വീശുമ്പോൾ ഇപ്പോൾ സുന്ദരിപ്പൂവിന്റെ നന്മയെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമാണ് പരക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതാകട്ടെ. ഈ കഥയിലെ ഗുണപാഠം: കുട്ടികൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് കള്ളം പറയുന്നതോ കുറ്റം പറയുന്നതോ സ്വന്തം സ്വഭാവത്തെയാണ് കളങ്കപ്പെടുത്തുന്നത്. ഒരിക്കൽ പറഞ്ഞ വാക്ക് തിരികെ എടുക്കാൻ പ്രയാസമാണ്. മുതിർന്നവർക്ക് പവിത്രമായ ഒന്നാണ് സംസാരം. പകർന്നു നൽകുന്ന ഓരോ വാക്കും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുക.